ഹലോ മീഗോസ് MotoGP 2025 യെസ്, അങ്ങനെ ഫൈനലി നമ്മുടെ 2025 MotoGP സീസൺ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു 28 ഫെബ്രുവരിക്കാണ് നമ്മുടെ ഫസ്റ്റ് റേസ് ഇവന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ ഈ ഒരു വീഡിയോ കുറച്ച് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു, അതായത് ഈ ഒരു സീസണിൻ്റെ ഫസ്റ്റ് റേസ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഞാൻ ഈ വീഡിയോ ചെയ്യേണ്ടതായിരുന്നു, പക്ഷേ കുറച്ച് ലേറ്റ് ആയിപ്പോയി. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു 2025 സീസണിൻ്റെ MotoGP കലണ്ടറിനെ കുറിച്ചാണ്, അതായത് ഓരോ ഗ്രാൻഡ് പ്രിക്സ് റേസസും ഏതൊക്കെ സ്ഥലത്ത് ഏതൊക്കെ ട്രാക്കിൽ ഏത് ഡേറ്റിലാണ് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ. ഇറ്റ്സ് മീ റാങ്കോ, വെൽക്കം ബാക്ക്. MotoGP 2025 കലണ്ടർ. ഈ ഒരു കലണ്ടറിലേക്ക് പോകുന്നതിന് മുമ്പ് ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ MotoGP റേസസ് 3 ഡേയ്സിലായിട്ടാണ് ഓരോ ഗ്രാൻഡ് പ്രിക്സ് റേസസും കണ്ടക്ട് ചെയ്യുന്നത്. അതായത് ഒരു ദിവസം പ്രീ പ്രാക്ടീസ്, സെക്കൻഡ് ഡേ നമ്മുടെ ക്വാളിഫയിങ് 1ഉം ക്വാളിഫയിങ് 2ഉം ഉണ്ടാവും. അതായത് ഈ ഒരു MotoGPയിലെ ലൈനപ്പ് പൊസിഷൻസ് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ റേസിന് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് 2 ക്വാളിഫയേഴ്സ് ഉണ്ട്, Q1 Q2 എന്ന് പറഞ്ഞിട്ട്. ഈ ഒരു ക്വാളിഫയർ രണ്ടാമത്തെ ദിവസം നടക്കും. അതേപോലെ തന്നെ സ്പ്രിൻറ്റ് റേസ് ഇവൻറ്റ്, അതായത് നമ്മുടെ ഗ്രാൻഡ് പ്രിക്സ് റേസിൻ്റെ ഹാഫ് ലാപ്പിൽ വരുന്ന സ്പ്രിൻറ്റ് റേസ് ഈ ഒരു സെക്കൻഡ് ഡേയിലാണ് നടക്കുക. പിന്നെ തേർഡ് ഡേയിൽ ഗ്രാൻഡ് പ്രിക്സ് റേസസും നടക്കും. അങ്ങനെ 3 ദിവസങ്ങളിലായിട്ടാണ് MotoGPയിലെ ഓരോ ഗ്രാൻഡ് പ്രിക്സ് റേസുകളും കണ്ടക്ട് ചെയ്യുന്നത്. ഇതന്നെ മെയിനായിട്ട് ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ, അതായത് വീക്കെൻഡ്സിലാണ് ഈ ഒരു 3 ഡേയ്സ് വരാറ്. പിന്നെ ചില കേസസിലൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ടും വരാറുണ്ട്. പൊതുവേ ജനറലായിട്ട് ഈ ഒരു വീക്കെൻഡ്സിലായിട്ടാണ് വരിക. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു സീസണിലെ MotoGP കലണ്ടറിലേക്ക് നോക്കാം. ഈ ഒരു വർഷത്തെ MotoGP സ്റ്റാർട്ട് ചെയ്യുന്നത് ഫെബ്രുവരി 28-നാണ്. അതുപോലെ ഈ ഒരു സീസൺ എൻഡ് ചെയ്യുന്നത് നവംബർ 16-നാണ് ലാസ്റ്റ് റേസ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഫെബ്രുവരി 28-ന് തുടങ്ങി നവംബർ 16-ന് അവസാനിക്കുന്ന രീതിയിലാണ് ഈ ഒരു വർഷത്തെ MotoGP കലണ്ടർ വരുന്നത്. ഇനി ഈ ഒരു വർഷത്തെ ഗ്രാൻഡ് പ്രിക്സ് റേസുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ 28 മുതൽ 2 മാർച്ച് വരെ, അതായത് ഇപ്പം കറൻ്റ്ലി നടന്നുകൊണ്ടിരിക്കുന്ന റേസ് തായ്ലൻഡ് GP, തായ്ലൻഡിലാണ് PT ഗ്രാൻഡ് പ്രിക്സ് ഓഫ് തായ്ലൻഡ്. ഇനി സെക്കൻഡ് റേസ് നോക്കുകയാണെങ്കിൽ 14 മാർച്ച് മുതൽ 16 മാർച്ച് വരെ അർജൻറ്റീന GP, ഗ്രാൻഡ് പ്രീമിയോ ഡാ ലാ റിപ്പബ്ലിക്ക അർജൻറ്റീന. ഇനി 28 മാർച്ച് മുതൽ 31 മാർച്ച് വരെ തേർഡ് GP, അതായത് അമേരിക്കാസ് GP, റെഡ് ബുൾ ഗ്രാൻഡ് പ്രിക്സ് ഓഫ് അമേരിക്കാസ്. ഇനി അടുത്തത് വരുന്നത് 11th ഏപ്രിൽ ടു 13th ഏപ്രിൽ ഖത്തർ GP ആണ്. 4th GP ഖത്തർ GP ആണ്, ഖത്തർ എയർവേസ് ഗ്രാൻഡ് പ്രിക്സ് ഓഫ് ഖത്തർ. ഇനി 25th ഏപ്രിൽ മുതൽ 27th ഏപ്രിൽ വരെ നമ്മുടെ 5th GP, അതായത് സ്പാനിഷ് GP, ഗ്രാൻഡ് പ്രീമിയോ എസ്ട്രല ഗലൂഷ്യ 00 ഡെ എസ്പാന. ഇനി അടുത്തത് നോക്കുകയാണെങ്കിൽ 9th മെയ് ടു 11th മെയ് ഫ്രഞ്ച് GP ആണ്, മെഷ്ലിൻ ഗ്രാൻഡ് പ്രിക്സ് ഓഫ് ഫ്രാൻസ്. ഇനി അടുത്തത് നോക്കുകയാണെങ്കിൽ 23rd മെയ് ടു 25th മെയ് ബ്രിട്ടീഷ് GP, 7th GP ബ്രിട്ടീഷ് GP, ഡിസോർട്ട് ബ്രിട്ടീഷ് ഗ്രാൻഡ് പ്രിക്സ്. ഇനി 6th ജൂൺ മുതൽ 8th ജൂൺ വരെ അർഗൻ GP, 8ാമത്തെ ഗ്രാൻഡ് പ്രിക്സ് റേസ് ആണ് അർഗൻ GP, ഗ്രാൻഡ് പ്രീമിയോ ഡെ അർഗൻ. ഇനി 20th ജൂൺ മുതൽ 22nd ജൂൺ വരെ ഇറ്റാലിയൻ GP, 9th GP ആണ് ഇറ്റാലിയൻ GP, ഗ്രാൻഡ് പ്രീമിയോ ഡെ ഇറ്റാലിയ ബ്രംബോ. ഇനി 27th ജൂൺ മുതൽ 29th ജൂൺ വരെ ഡച്ച് GP, മൊട്യൂൾ TT അസൻ, 10th GP ആണ് ഈ ഒരു ഡച്ച് GP വരുന്നത്. ഇനി 11th ജൂലൈ മുതൽ 13th ജൂലൈ ജർമ്മൻ GP, അതായത് 11th MotoGP റേസ് ആണ് ജർമ്മൻ GP, ലിക്യുമോളി മോട്ടറാഡ് ഗ്രാൻഡ് പ്രിക്സ് ഓഫ് ഡച്ച്ലാൻഡ്. ഇനി ജൂലൈ 18 മുതൽ ജൂലൈ 20 വരെ ചെക്ക് GP, 12th GP ആണ് ഗ്രാൻഡ് പ്രിക്സ് എസ്കെ റിപ്പബ്ലിക്. ഇനി 15th ഓഗസ്റ്റ് മുതൽ 17th ഓഗസ്റ്റ് വരെ ഓസ്ട്രിയൻ GP, 13th ഗ്രാൻഡ് പ്രിക്സ് റേസ് ആണ് ഓസ്ട്രിയൻ GP, മോട്ടറാഡ് ഗ്രാൻഡ് പ്രിക്സ് വോൺ ഓസ്ട്രിച്ച്. ഇനി 22nd ഓഗസ്റ്റ് മുതൽ 24th ഓഗസ്റ്റ് വരെ ഹംഗേറിയൻ GP, ഹംഗറി ഗ്രാൻഡ് പ്രിക്സ്, 14th GP ആണ്. ഇനി 15th GP വരുന്നത് സെപ്റ്റംബർ 5 മുതൽ സെപ്റ്റംബർ 7 വരെ കാറ്റാലൻ GP, ഗ്രാൻഡ് പ്രീമി ഡെ കാറ്റലോണിയ. ഇനി 16th GP വരുന്നത് 12th സെപ്റ്റംബർ ടു 14th സെപ്റ്റംബർ സാൻ മാരിനോ GP, ഗ്രാൻഡ് പ്രീമിയോ റെഡ് ബുൾ ഡി സാൻ മാരിനോ ഇ ഡെല റിവേറ ഡി റെമിനി. ഇനി 17th GP നോക്കുകയാണെങ്കിൽ ജപ്പാൻ GP, 26th സെപ്റ്റംബർ ടു 28th സെപ്റ്റംബർ മൊട്യൂൾ ഗ്രാൻഡ് പ്രിക്സ് ഓഫ് ജപ്പാൻ. ഇനി 18th GP നോക്കുകയാണെങ്കിൽ 3rd ഒക്ടോബർ മുതൽ 5th ഒക്ടോബർ വരെ ഇന്തോനേഷ്യൻ GP, പെർട്ടാമിന ഗ്രാൻഡ് പ്രിക്സ് ഓഫ് ഇന്തോനേഷ്യ. ഇനി 19th GP നോക്കുകയാണെങ്കിൽ ഓസ്ട്രേലിയൻ GP, 17th ഒക്ടോബർ മുതൽ 19th ഒക്ടോബർ വരെ ഓസ്ട്രേലിയൻ മോട്ടോർസൈക്കിൾ ഗ്രാൻഡ് പ്രിക്സ്. ഇനി 20th GP നോക്കുകയാണെങ്കിൽ 24th ഒക്ടോബർ മുതൽ 26th ഒക്ടോബർ വരെയാണ് മലേഷ്യൻ GP,
പെട്രോണാസ് ഗ്രാൻഡ് പ്രിക്സ് ഓഫ് മലേഷ്യ. ഇനി 21st GP നോക്കുകയാണെങ്കിൽ 7th November to 9th November പോർച്ചുഗൽ GP ഗ്രാൻഡ് പ്രീമിയോ ഡെ പോർച്ചുഗൽ. ഇനി നമ്മുടെ ലാസ്റ്റ് GP ആയിട്ടുള്ള 22nd GP വലൻസിയ GP 14th November മുതൽ 16th November വരെ ഗ്രാൻഡ് പ്രീമിയോ മൊട്യൂൾ ഡെ ലാ കമ്മ്യൂണിറ്റാറ്റ് വലൻസിയ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു 2025 സീസണിലെ MotoGP കലണ്ടർ വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു വർഷത്തെ MotoGP റേസുകൾ കണ്ടക്ട് ചെയ്യുന്ന സർക്യൂട്ട്സ് ഏതൊക്കെയാണ് ജസ്റ്റ് ഒന്ന് ക്വിക്കായിട്ടൊരു വാക്കറൗണ്ട് പോകാം. ആദ്യം തന്നെ നമ്മുടെ ഫസ്റ്റ് GP ആയ തായ് GPയിൽ വരുന്നത് ചാങ് ഇൻ്റർനാഷണൽ സർക്യൂട്ടാണ്. അപ്പോൾ ഈ ഒരു സർക്യൂട്ടിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇതിൻ്റെ കൂടെ സൈഡിൽ കൊടുക്കാം. ഇനി അടുത്തത് വരുന്നത് നമ്മുടെ സെക്കൻഡ് GP അർജന്റീന GPയിൽ ടെർമാസ് ഡെ റിയോ ഹോണ്ടോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റേസിംഗ് ട്രാക്കിലാണ് ഈ ഒരു GP നടക്കുക. ഇനി അടുത്തത് നമ്മുടെ തേർഡ് GP ആയിട്ടുള്ള അമേരിക്കാസ് GP. ഇത് നടക്കുന്നത് സർക്യൂട്ട് ഓഫ് ദി അമേരിക്കാസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു റേസിംഗ് ട്രാക്കിലാണ്. ഇനി അടുത്തത് വരുന്നത് ഖത്തർ GP വരുന്നത് ലുസൈൽ ഇന്റർനാഷണൽ സർക്യൂട്ടിലാണ്. ഇനി നമ്മുടെ ഫിഫ്ത്ത് GP സ്പാനിഷ് GP. ഇത് വരുന്നത് സർക്യൂട്ടോ ഡെ ജെറസ് ഏഞ്ചൽ നീറ്റോ. ഇനി അടുത്തത് നോക്കുകയാണെങ്കിൽ ഫ്രഞ്ച് GP ലേമാൻസ് സർക്യൂട്ടിലാണ്. നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ലേമാൻസ് റേസ് ഒക്കെ ഇവിടെ നടക്കൽ ലേമാൻസ് സർക്യൂട്ട്. അപ്പോൾ ഇനി 7th നോക്കുകയാണെങ്കിൽ നമ്മുടെ ബ്രിട്ടീഷ് GPയുടെ സർക്യൂട്ട് വരുന്നത് സിൽവർസ്റ്റോൺ സർക്യൂട്ടാണ്. ഇനി 8th GP അർഗൺ GP വരുന്നത് മോട്ടോർലാൻഡ് അർഗൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റേസിംഗ് ട്രാക്കിലാണ്. അടുത്തത് വരുന്നത് 9th GP ഇറ്റാലിയൻ GP ഓട്ടോഡെർമോ ഇന്റർനാഷണലെ ഡെൽ മുജല്ലോ, അതായത് മുജല്ലോ റേസിംഗ് സർക്യൂട്ടിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. ഇനി നമ്മുടെ 10th GP വരുന്നത് ഡച്ച് GP നടക്കുന്നത് TT സർക്യൂട്ട് അസൻ. ഇനി അടുത്തത് ജർമ്മൻ GP 11th GP നടക്കുന്നത് സാക്സൺ റിംഗ് റേസിംഗ് സർക്യൂട്ട്. നമ്മുടെ മാർക്കസിൻ്റെ ഒക്കെ ഫേവറേറ്റ് പ്ലേസ് ആണ് സാക്സൺ റിംഗ് റേസിംഗ് സർക്യൂട്ട്. ഇനി നമ്മുടെ 12th GP നോക്കുകയാണെങ്കിൽ ചെക്ക് GP. ഈ ഒരു GP നടക്കുന്നത് ഓട്ടോമോട്ടോഡ്രോം BRNO എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റേസിംഗ് സർക്യൂട്ടിലാണ്. ഇനി അടുത്തത് നോക്കുകയാണെങ്കിൽ നമ്മുടെ 13th GP ഓസ്ട്രിയൻ GP. ഈ ഒരു GP നടക്കുന്നത് റെഡ് ബുൾ റിംഗ് സ്പിൽബർഗ്. റെഡ് ബുൾ റിംഗും ഫേമസ് ആട്ടോ. ഇനി അടുത്തത് 14th GP അതായത് ഹംഗേറിയൻ GP നടക്കുന്നത് ബലാട്ടോൺ പാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റേസിംഗ് സർക്യൂട്ടിലാണ്. ഇനി അത് കഴിഞ്ഞിട്ട് 15th GP കാറ്റാലൻ GP നടക്കുന്നത് സർക്യൂട്ട് ഡെ ബാഴ്സലോണ കാറ്റലോണിയ. ഇനി അടുത്തത് 16th GP അതായത് സാൻ മാരിനോ GP നടക്കുന്നത് മിസാനോ വേൾഡ് സർക്യൂട്ട് മാർക്കോ സിമിസെല്ലി. നമ്മുടെ മാർക്കോ സിമിസെല്ലിയുടെ നെയിമിലുള്ള സർക്യൂട്ടാണ്. ഇനി അടുത്തത് നമ്മുടെ 17th GP ജാപ്പനീസ് GP വരുന്നത് മൊബിലിറ്റി റിസോർട്ട് മോട്ടേഗി റേസിംഗ് ട്രാക്കിലാണ്. ഇനി അടുത്തത് വരുന്നത് 18th GP അതായത് ഇന്തോനേഷ്യൻ GP വരുന്നത് പെർട്ടാമിന മന്താലിക്ക സർക്യൂട്ടിലാണ്. ഇനി നമ്മുടെ 19th GP ഓസ്ട്രേലിയൻ GP നടക്കുന്നത് ഫിലിപ്പ് ഐലൻഡ് റേസിംഗ് സർക്യൂട്ടിലാണ്. അത് കഴിഞ്ഞിട്ട് 20th GP മലേഷ്യൻ GP നടക്കുന്നത് പെട്രോണാസ് സെപ്പാങ് ഇൻ്റർനാഷണൽ സർക്യൂട്ടാണ്. ഇനി അടുത്തത് നമ്മുടെ 21st MotoGP റേസ് പോർച്ചുഗീസ് GP നടക്കുന്നത് ഓട്ടോഡെർമോ ഇൻ്റർനാഷണൽ ഡോ അൽഗാർവെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റേസിംഗ് സർക്യൂട്ടിലാണ്. ഇനി നമ്മുടെ ലാസ്റ്റ് GP ആയിട്ട് 22nd GP അതായത് വലൻസിയ GP നടക്കുന്നത് സർക്യൂട്ട് റിക്കാർഡോ ടോർമോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു റേസിംഗ് ട്രാക്കിലാണ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു സീസണിലെ റേസിംഗ് ട്രാക്ക് വരുന്നത്. പിന്നെ ഇപ്രാവശ്യം നമ്മുടെ ഇന്ത്യയിൽ റേസ് ഇല്ല, പക്ഷേ ഇന്ത്യ ഒരു സെക്കൻഡറി ഓപ്ഷൻ ആക്കി വെച്ചിട്ടുണ്ട്. അഥവാ ഇൻ കേസ് ഇതിലേതെങ്കിലും ഒരു ട്രാക്കിൽ റേസ് മിസ്സാവുകയാണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡേറ്റ് ഇഷ്യൂസ് ഒക്കെ വന്ന് ക്യാൻസലായി പോവുകയാണെങ്കിൽ പകരമായിട്ട് നമ്മുടെ ഇന്ത്യയിലെ ബുദ്ധ് ഇൻ്റർനാഷണൽ സർക്യൂട്ടിൽ റേസ് ഇപ്രാവശ്യം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അടുത്ത പ്രാവശ്യം കൺഫേം ആണ് 2026 നമ്മുടെ ഇന്ത്യയിൽ MotoGP റേസ് ഉണ്ടാവും. അതായത് നമ്മുടെ ബുദ്ധ് ഇൻ്റർനാഷണൽ സർക്യൂട്ടിൽ റേസ് ഉണ്ടാവും. 2023 ഇന്ത്യയിൽ റേസ് ഉണ്ടായിരുന്നു. ഇനി 2026 ഉള്ളത്. പക്ഷേ ഈ ഒരു വർഷം ഇൻ കേസ് ഏതെങ്കിലും റേസ് മാറ്റേണ്ടി വന്നാൽ ഇന്ത്യ ആവും അടുത്തത് എന്നുള്ളതാണ്. അപ്പോൾ ചിലപ്പം ഇന്ത്യയിൽ വരാൻ ചാൻസ് ഉണ്ട്. എന്തായാലും നോക്കാം. അപ്പോൾ ഇത്രയാണ് ഈ ഒരു 2025 MotoGP കലണ്ടർ വരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇറ്റ്സ് മീ റാങ്കോ സൈനിങ് ഔട്ട്. ബൈ.